ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം നാടായിട്ടുള്ള കുറ്റ്യാടി കേട്ടോ. കുറ്റ്യാടിയിൽ ഇരഞ്ഞിവിളാറമ്മ അമ്പലത്തിൽ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് താമരശ്ശേരിയിൽ നിന്ന് വന്നതാട്ടോ. വന്നത് അവതായെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം എൻ്റെ കൂടെ ഉള്ളതാരാണ് എൻ്റെ മകളാണ്. അതന്നെ കേട്ടോ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഇവളെയും കൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റൂല. ഏത് സമയത്താണ് ഇവിടെ കൊണ്ടുവന്നത് നമുക്ക് തോന്നിപ്പോട്ടോ. ഇവിടെ നിന്ന് മാത്രമല്ല ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് അവളെ കൊണ്ട് പോകാൻ പറ്റൂല. ഭയങ്കര ബഹളവും ഭയങ്കര വാശിയുള്ള ആളാട്ടോ. അമ്പലത്തിലെത്തിയ സമയത്തൊക്കെ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞാനൊന്ന് ആശ്വസിച്ചാണ്. പക്ഷെ എന്നേക്കാൾ എക്സ്പീരിയൻസ് മക്കളെ വളർത്തി പരിചയമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചു. ഇതൊരു ഭൂകമ്പത്തിന് മുമ്പുള്ള സൈലൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാനും അഭിയും പെട്ടെന്ന് പോയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല കേട്ടോ. കാരണം ആസ്വദിച്ച് കഴിക്കാൻ എൻ്റെ മോൾ എന്നെ സമ്മതിച്ചില്ല. പകുതിയൊക്കെ വെച്ചിട്ട് ഫുഡ് ഇട്ടിട്ട് ഞാൻ അവളെ കൊണ്ട് വരികയായിരുന്നു. അവളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിറ്റേ ദിവസം സാരിയൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. ഇന്ന് എനിക്കൊരു ആശ്വാസമുണ്ട്. കാരണം എൻ്റെ കൂടെ പൊന്നുണ്ട്. പൊന്നുൻ്റെ കൂടെ കുറച്ച് സമയം അവൾ കേട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനും തിറകൾ കാണാനും നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കാനും പറ്റി കേട്ടോ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം തരുന്നത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ വീഡിയോസ് കണ്ട കുറച്ച് പേരെങ്കിലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവരെ അങ്ങനെ കണ്ടതാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പൊതുവേ ചമ്മൽ കാരണം ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ. ഇപ്രാവശ്യം സച്ചിനായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ.